الحمد لله الواحد القهار والعزيز الجبار مكبر الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون ثم أما بعد فاتقوا الله فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم فوربك لنسألنهم أجمعين عما كانوا يعملون സ്നേഹധന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ സൃഷ്ടാവും നമുക്ക് ഏവർക്കും സദാ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ ഉപജീവന മാർഗത്തിൽ റിസ്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, യാതൊരു മറകളുമില്ലാതെ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന പടച്ച റബ്ബിൻ്റെ നിയമവിധികൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമാകുന്ന സുന്ദരമായ ഈ മതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം സ്വർഗത്തിൻ്റെ അഹ്ലുകാരാക്കി ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ദുനിയാവെന്ന ലോകം താൽക്കാലികമായ ഒരു ലോകമാണെന്ന തിരിച്ചറിവ് നമുക്കൊക്കെ അനിവാര്യമാണ്. പലരും ജീവിതത്തിൻ്റെ ലക്ഷ്യം മറന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള വ്യത്യസ്ത മത്സരങ്ങളിലാണ്. സമ്പത്ത് കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, പണം കൊണ്ട്, വാഹനം കൊണ്ട്, ബിസിനസ്സുകൾ കൊണ്ട് ഈ ദുനിയാവ് മുഴുവൻ കൈക്കലാക്കാൻ എന്തെല്ലാം വഴികളുണ്ടാകുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ മാതാവിനെ കൊന്നാലും പിതാവിനെ കൊന്നാലും വേണ്ടില്ല, സ്വന്തം കൂടപ്പിറപ്പുകളുടെ ചോരയൊഴുക്കിയാലും മദ്യം കൊടുത്താലും ലഹരി വിറ്റാലും വേണ്ടില്ല, ദുനിയാവ് വിജയിക്കണമെന്ന് ചിന്തിക്കുന്നൊരു ലോകത്താണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. പക്ഷേ ഈ ലോകം ഇന്നല്ലെങ്കിൽ നാളെ തൊട്ടടുത്ത ഒരു കാലത്ത് അവസാനിക്കാനുള്ളതാണെന്ന ബോധം ഓരോ മനുഷ്യൻ്റെയും പ്രവർത്തനങ്ങളുടെ അടിയന്തിരമായവൻ കാണേണ്ടുന്ന ബോധമാണ്. ഇത് തീരും, ഇത് അവസാനിക്കും. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ചരിത്ര സംഭവങ്ങൾ എടുത്ത് വായിച്ചാൽ, ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് വളരെ വേഗത്തിൽ ബോധ്യപ്പെടും. ഈ ലോകം എങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് എന്ന് ശരിയാവണ്ണം ഹദീസ് വെച്ച് വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് അവസാനിക്കുന്നതിൻ്റെ സൂചനകൾ. വലിയ വലിയ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഖിയാമത്ത് നാളിൻ്റെ. ഇനി കുറച്ച് ചെറിയ അടയാളങ്ങൾ ബാക്കിയുണ്ട്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിത കാലഘട്ടത്തിൽ ഫിർഔൻ അധികാരം കൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുകയാണ്. ഞാനാണ് റബ്ബെന്ന് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭയപ്പാടോടെ ജീവിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ മൂസ പറയുന്ന പടച്ചോനിൽ വിശ്വസിക്കാൻ പോവാണ്. തല്ലിക്കൊന്നാലും ശരി, ഞാൻ ആ ഹക്കിന്റെ സത്യത്തിന്റെ ദീനിന്റെ വിളക്കിന്റെ കൂടെയാണ് ഞാൻ.
തന്റെ ചുറ്റുവട്ടത്തുള്ളവരോട് ആ മനുഷ്യൻ വിളിച്ചു പറയുന്ന ഒരു പ്രവാചകനല്ലാതിരുന്നിട്ട് പോലും ആ മനുഷ്യന്റെ വഅദുകൾ, ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിന്റെ 39-40 ആയത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം തന്റെ ജനങ്ങളോട് പറയാണ്, യാ ഖൗമി, അല്ലയോ ജനങ്ങളെ, ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാ, നിങ്ങളിപ്പോ ജീവിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, ഈ ഫിറഔൻ ഉണ്ടാക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, അവൻ കാട്ടിക്കൂട്ടുന്ന ഈ ലോകമുണ്ടല്ലോ, അധികാരം വെച്ചവൻ ചെയ്യുന്ന ഈ ക്രൂരത ഉണ്ടല്ലോ, ഇതൊക്കെ മതാഉൻ, ദുനിയാവാകുന്ന മതാആണ്. ഇതൊരു താൽക്കാലിക സുഖവിഭവത്തിന്റെ ലോകമാണ്. എന്നിട്ട് പറയാണ്, വ ഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ഒരു പരലോക ജീവിതം വരാനുണ്ട്. അതാണ് ശാശ്വതമായ, സ്ഥിരമായ, സുസ്ഥിരമായ ലോകം വരാനിരിക്കുന്നു. ഇവിടല്ല. അന്ന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞത്, പറയാൻ കഴിഞ്ഞു. ബുദ്ധിയുള്ള ഒരു മനുഷ്യനും പരലോകം മറന്ന് ജീവിക്കൂല. ഇവിടെ പലതും നടക്കും. യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബും വലഹവും വസീന, നിങ്ങൾ അറിഞ്ഞോളൂ, ദുനിയാവ് കുറെ കളികളാണ്, ലഹുവൻ വിനോദങ്ങളാണ്, വസീനത്തുൻ കുറെ അലങ്കാരങ്ങളാണ്, മേക്കപ്പുകളാണ്, ഭംഗി കൂട്ടലുകളാണ്. അത് വീട്ടിലായാലും അങ്ങാടിയായാലും പള്ളിയായാലും സീനത്തുണ്ടാക്കലാണ് ആളുകൾക്ക്. വതഫാഖുറും ബൈനക്കും, ജനങ്ങൾ പരസ്പരം മേന്മ പറയാറാണ്. ഞങ്ങളാണ് കൂടുതൽ, ഞങ്ങളാണ് വലുത്, ഞങ്ങളാണ് ശരി, ഞങ്ങളാണെന്ന് ഫഖർ പറയലാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളിലും സമ്പത്തിലും ഫഖർ പറയലാണ് ദുനിയാവ്. ഞങ്ങൾക്ക് കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് കൂടുതലുണ്ട് എന്ന് കാണിക്കലാണ് ദുനിയാവ്. എന്നാൽ ഈ ദുനിയാവിന്റെ ചതിയിൽ ഒരു മനുഷ്യൻ പെട്ടുപോകരുത്. ഈ ദുനിയാവ് ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നവനെ പോലെ ചിന്തിച്ചാൽ മതി. അടുത്ത സ്റ്റോപ്പ് നമുക്ക് മാറിക്കയറണം. ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന മനുഷ്യൻ തൽക്കാലത്തേക്കൊന്ന് തലചായ്ച്ചതാണ്. ഇനി അവിടുന്ന് എഴുന്നേറ്റ് അടുത്ത സ്ഥലത്തേക്ക് യാത്ര പോകാനുള്ള പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചത്ത ആടിനെ കാണിച്ചു കൊടുത്തിട്ട്, ചെവി കേടുവന്ന പരിക്ക് പറ്റിയ ആടിനെ കാണിച്ചിട്ട് സ്വഹാബത്തിനോട് ചോദിക്കുക, ഇതാർക്കെങ്കിലും പണം തന്നാൽ മേടിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും പണം കൊടുത്തത് മേടിക്കോ? സ്വഹാബത്ത് പറയണേ, ഞങ്ങൾക്ക് വേണ്ട. ഒന്ന്, അത് ചത്ത് കിടക്കുന്നതാണ്. 2, അതിന് ചെവിക്ക് പരിക്കുണ്ട്. നിങ്ങൾ ജീവനുണ്ടെന്ന് പറഞ്ഞ് തന്നാൽ പോലും ഞങ്ങൾക്ക് ഈ ആടിനെ വേണ്ട, അത്രയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇത് കേട്ടപ്പോ നബി തങ്ങൾ അവരോട് പറയാണ്, ഫവല്ലാഹി ലദ്ദുനിയാ അഹ്വനു അലല്ലാഹി മിൻ ഹാദാ അലൈക്കും, ഇതിനേക്കാൾ നിസ്സാരമായിട്ടാണ് അല്ലാഹു ദുനിയാവിനെ കാണുന്നത്. നിങ്ങൾക്കിപ്പോ എത്ര ചെറുതായിട്ടാണ് നിങ്ങൾക്ക് ഇത് തോന്നിയത്? ഇതിനേക്കാൾ നിസ്സാരമാണ് അല്ലാഹ് ഈ ദുനിയാവിനെ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ജീവിക്കുന്ന ദുനിയാവാണ് എല്ലാം എന്ന് ഒരിക്കലും നമ്മുടെ മനസ്സിൽ കൺസെപ്റ്റ് വരാൻ പാടില്ല. ഇവിടെയുണ്ടാകുന്ന വിജയങ്ങളും ഇവിടെയുണ്ടാകുന്ന ആഘോഷങ്ങളും ഇവിടെയുണ്ടാകുന്ന വലിയ വലിയ എന്റർടൈൻമെന്റുകളൊക്കെ കണ്ട് മതിമറന്ന് ഇതാണ് ലോകം, ഇവിടെയാണ് ശരിയെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈവിരൽ സമുദ്രത്തിലേക്ക് മുക്കി. ഒരു സമുദ്രത്തിൽ എത്ര വെള്ളം ഉണ്ടാകുന്ന ഇവിടെ ആർക്കെങ്കിലും ഊഹിക്കാൻ കഴിയൂ? ആ സമുദ്രത്തിൽ കൈവിരൽ മുക്കിയിട്ടൊന്ന് കൈയങ്ങ് പൊക്കിപ്പിടിച്ചു. അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൈയിന്റെ വിരലഗ്രത്തുണ്ടായിരുന്നു. നബി തന്റെ മുമ്പിലുള്ളവരോട് പറയാണ്, നിങ്ങൾ കാണുന്നില്ലേ, വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ സമുദ്രത്തിൽ വിരൽ വെച്ച് കൈപൊക്കിയെടുക്കുമ്പോ വിരലറ്റത്ത് കാണുന്ന ആ തുള്ളി വെള്ളമുണ്ടല്ലോ, അത്രയാണ് അല്ലാഹ്ക്ക് ദുനിയാവിന്റെ വില ഉള്ളൂ. നിങ്ങൾ അതാണോ ഇപ്പോ വലിയ കാര്യം എന്ന് വിചാരിക്കുന്നത്? മാക്സിമം 60-70 വയസ്സ് വരെയാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞത്. അതാണോ, അത് ജീവിക്കുന്ന ഈ ദുനിയാവാണോ നിങ്ങൾക്ക് വലുത്? ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹ്ക്ക് ദുനിയാവെന്ന് പറഞ്ഞാൽ ലൗ കാനത്തിദ് ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശർബതമാ, ഈ ദുനിയാവ് അള്ളാഹുവിന്റെ മുമ്പിൽ, അള്ളാഹിന്റെ അടുത്ത് ഒരു കൊതുകിന്റെ ചിറകിന്റെ വലിപ്പം പോലുമില്ല. ഏറ്റവും ചെറിയ ജീവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഒരു കൊതുകിന്റെ ചിറകിന്റെ വലിപ്പം പോലും അല്ലാഹ് ഈ ദുനിയാവിന് വില കൊടുത്തിട്ടില്ല. അങ്ങനെ വലിയ വില കൊടുത്തിരുന്നുവെങ്കിൽ ഇവിടുത്തെ ഒരു കാഫിറിന് ഒരു തുള്ളി വെള്ളം പോലും കിട്ടൂലായിരുന്നു. പിന്നെ അവരൊക്കെ ഇവിടെ സുഖമായി ജീവിക്കണ്ടല്ലോ. ഇവിടെ അല്ലാഹ് ദുനിയാവിനെ അത്ര കണ്ടിട്ടുള്ളൂ.
ഇതല്ല ലോകമെന്ന് പഠിപ്പിക്കാനാ പറഞ്ഞത്. എങ്കിൽ നമ്മൾ ഈ ദുനിയാവിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നു? രാവിലെ എണീക്കുമ്പോ നമ്മളെ ചിന്ത അതാണ്. നമുക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ കൈകെട്ടിയാൽ നമ്മുടെ ദുനിയാവാണ് ഫിക്കർ. പള്ളിയിൽ ജുമാക്ക് വരാൻ നേരത്തെ എത്താൻ നമ്മുടെ തടസ്സം ദുനിയാവാണ്. എന്തിൽ നിങ്ങൾ എടുത്ത് കൂട്ടിവെച്ചോ, എന്തിലേക്കും ചേർത്ത് വെച്ചോ, നമുക്ക് പറയാനുള്ളത് ദുനിയാവിന്റെ പ്രശ്നങ്ങളാണ്. എന്നാൽ അള്ളാന്റെ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അറളീതും ബിൽ ഹയാത്തി ദുനിയാ മിനൽ ആഖിറ, നിങ്ങൾ പരലോകത്തേക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കുകയാണോ? ഫമാ മതാഉദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, ദുനിയാവെന്ന് പറയുന്നത് പരലോകത്തെ കുറിച്ച് നോക്കിയാൽ വളരെ കുറച്ച് മാത്രമുള്ള ലോകാണ്. നിങ്ങൾ ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഒരു സദസ്സാ, ഇന്നൊരു അവധി ദിവസമാണ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ മുമ്പിലേക്ക് ഓരോരുത്തർ ഒട്ടുതരുന്ന സൂചനകൾ എന്താണെന്നറിയോ? ഒറ്റ ജീവിതമുള്ളൂ മോനെ, ഇത് അടിച്ചു പൊളിച്ച് തകർത്ത് ആർമാദിച്ച് ആഹ്ലാദിച്ച് ജീവിച്ചോ. എന്നിട്ട് അവർക്കൊരു ക്യാമ്പയിൻ, അവർക്കൊരു ഹാഷ്ടാഗ് കൊടുത്തിട്ടുണ്ട്, യൂലോ. ഇംഗ്ലീഷിൽ ആ 4 അക്ഷരം പഠിപ്പിക്കുന്നത് യു ഓൺലി ലൈവ് വൺസ്, ഒരൊറ്റ ജീവിതമുള്ളൂ മോനെ, അടിച്ചു പൊളിച്ചോ. അതിൻ്റെ ഇടയിലാണ് ഉസ്താദന്മാരെ വയത്, അതിൻ്റെ ഇടയിലാണ് താത്തമാരുടെ ഉപദേശം, അതിൻ്റെ ഇടയിലാണ് നമ്മൾ നമ്മുടെ മക്കളെ ഉപദേശിക്കുന്നത്. ഈ ചിന്ത ഇട്ടുകൊടുത്ത് ഇത് തലയിൽ തിരികെ വെച്ച മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? അത്യാവശ്യം കുടിക്കണം, ലഹരി വേണം, തുള്ളി ചാടണം, ഏത് വേഷം കിട്ടും, ഏത് മതമായാലും വേണ്ടില്ല, ഏത് സംസ്കാരമായാലും വേണ്ടില്ല, ഏത് വിശ്വാസമായാലും വേണ്ടില്ല, ഞങ്ങളിങ്ങനെ ആർമാദിച്ച് ജീവിക്കാൻ വന്നവരാണ്. ഇത് പഠിപ്പിക്കാണ് ലോകം. അപ്പോഴാണ് അള്ളാഹ് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ദുനിയാവിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് ഇതാണ് എൻ്റെ വലുത് എന്ന് ചിന്തിക്കുകയാണോ? ഫമാ മതാഉൽ ഹയാത്തി ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. അള്ളാഹ്ക്ക് ഇത് വളരെ കുറച്ചൊരു ലോകമായിട്ട് അള്ളാഹ് കാണുന്നുള്ളൂ. സൂറത്ത് തൗബയിലെ 38-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദുനിയാവിന് വേണ്ടി ആകെ ചിന്തിച്ച് സമയം കണ്ടെത്തി പണമൊഴുക്കി വിയർപ്പൊഴുക്കി ഗൾഫ് തേടി ദേശത്തേക്ക് പോയി എല്ലാം ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കി നടക്കണ്ട. ഒരു പരലോകം വരാനിരിക്കുന്നു. അവിടെ ജയിക്കണമെങ്കിൽ തഖ്വ വേണം. അവിടെ ജയിക്കണമെങ്കിൽ തഖ്വ വേണം, ഭക്തി വേണം, പടച്ചോനെ പേടി വേണം. ഇതാരും പറഞ്ഞു തരുന്നില്ല, ഇതാരും ഓർമ്മപ്പെടുത്തുന്നില്ല. പക്ഷെ ഓർമ്മിക്കാൻ നല്ലതാണ്. ഓരോ ജനാസ എടുത്ത് കൊണ്ടുപോയി നമ്മൾ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവരും അവസാനം വരാനുള്ളത് അവിടേക്കാണ്. വമ്പൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയവർ അവിടെ കിടക്കുന്നുണ്ട്, ഒരുപാട് സ്വപ്ന സൗകര്യങ്ങൾ കണ്ടെത്തിയ മനുഷ്യർ അവിടെ കിടക്കുന്നുണ്ട്, വിദ്യാസമ്പന്നർ അവിടെ കിടക്കുന്നുണ്ട്. നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം അലി റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു ഖബർസ്ഥാനിലേക്ക് കയറി വരിക. ചുറ്റുവട്ടത്ത് അദ്ദേഹത്തിന്റെ കൂടെ സുഹൃത്തുക്കൾ, അനുയായികൾ, കുറച്ച് വിശ്വാസികളുണ്ട്. ഈ ഖബറിൽ എന്റെ അടുത്തേക്ക് അങ്ങ് കയറി ചെന്നിട്ട് ഫഖാല യാ അഹ്ലൽ ഖുബൂർ യാ അഹ്ലൽ ബിലാ യാ അഹ്ലൽ വഹ്ശ, ഏകാന്തതയിൽ ദ്രവിച്ച് കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന മനുഷ്യരെ എന്ന് ചോദിച്ചിട്ട് ഒരു ചിന്ത ഉണർത്താൻ തന്റെ പിന്നിലിരിക്കുന്നവരോട് ചോദിക്കുകയാണേ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പറയില്ലെന്ന് ഉറപ്പാണല്ലോ. ബാക്കിയുള്ളവരെ ചിന്തിപ്പിക്കാൻ ചോദിക്കാണ്, ഞങ്ങൾക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളിപ്പോ ഖബറിലല്ലേ, ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? അമൽ മനാസിലു ഫഖദ് സുകിനത്, നീ ഉണ്ടാക്കിയ നിന്റെ വീടുണ്ടെന്നല്ലോ. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ 80% നമ്മൾ പൊട്ടിച്ചത്, പണം പൊഴുക്കിയത് വീടിന് വേണ്ടിയിട്ടാണ്. നല്ലതാണ്, ആർക്കും എതിരെ അഭിപ്രായമില്ല. എന്നാൽ നീ ഉണ്ടാക്കിയ നിന്റെ വീട് ഇപ്പൊ മറ്റുള്ളവർ കയറി താമസിക്കുന്നുണ്ട്. നീ ആരുടെ മണ്ണിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്, അവിടെ AC സുഖമായി കിടക്കുന്നുണ്ട്. നീ ഒരുപാട് പണം ഉണ്ടാക്കാൻ വേണ്ടി ഹക്കും ബാത്തിലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിനക്ക് ഹറാമും ഹലാലും നിനക്ക് ഒന്നും വേണ്ടായിരുന്നു. നീ ഒരുപാട് സമ്പത്തുണ്ടാക്കാൻ ശ്രമിച്ചില്ലേ? ഫഖദ് ഖുസിമത്, ഇതാ ഇന്ന് അനന്തരാവകാശികൾക്ക് വീതിച്ചു കൊടുത്തു. അത് അനന്തരാവകാശികളുണ്ട്, അത് ഓർക്ക് കൊടുക്കും. നീ ഉണ്ടാക്കിയ സമ്പത്ത് വേറെ ഒരു പണിയെടുക്കാത്ത ആളുകളുടെ കൈകളിലേക്ക് അത് മാറ്റപ്പെട്ടു. കബറാളികളെ, നിങ്ങളുടെ കൂടെ കിടന്നിരുന്ന ഭാര്യ, നിന്റെ സ്വകാര്യതകളെല്ലാം പങ്കുവച്ചിരുന്ന നിന്റെ ഇണ, നിന്റേത് മാത്രമെന്ന് നീ അവകാശപ്പെട്ട് നടന്നിരുന്ന നിന്റെ ഇണ അല്ലേ, ആ ഇണ ഇന്ന് മറ്റൊരാളുടെ ബെഡിൽ മറ്റൊരാളുടെ ഇണയായി ഭാര്യയായി ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞോളൂ.
സുഹൃത്തുക്കളെ, ഈ വാക്കുകൾ ചേർത്ത് വെച്ചിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഖബറാളികളെ, നിങ്ങൾക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. അലി റളിയല്ലാഹു പറയാണ്, നിങ്ങൾ പറയില്ല. നിങ്ങൾക്ക് പറയാൻ പറ്റുമായിരുന്നെങ്കിൽ വല്ലദീ നഫ്സി ബിയദി ലൗ അദിന ലഹും ഫിൽ കലാമി, ഇവർക്കാർക്കെങ്കിലും ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സംസാരിക്കാൻ അനുവാദം കിട്ടിയിരുന്നെങ്കിൽ ലഖ്ബിറു, അവർ വന്ന് പറയുമായിരുന്നു, അന്ന ഖൈറസ്സാദി തഖ്വാ, ദുനിയാവിൽ ജീവിക്കണ മനുഷ്യന്മാരെ കുറച്ച് തഖ്വ ഉണ്ടാക്കാൻ നോക്കിക്കോളി, ഈമാൻ കൂട്ടാൻ നോക്കിക്കോളി, സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചോളി, സുന്നത്ത് ഖുർആൻ ഓതിക്കോളി, സ്വതക്ക ചെയ്തോളി, ഉമ്മാനും ബാപ്പാനെ നല്ലപോലെ ജീവിതത്തിൽ കൊണ്ടു നടന്നോളി, മാന്യമായ ഇസ്ലാമികമായ വേഷവിധാനങ്ങൾ സ്വീകരിച്ചോളി. അവർക്ക് ഒരുപാട് പറയാനുണ്ടാകും. പറയാൻ അവർക്ക് അവസരമില്ലാത്തതുകൊണ്ടാണ്. ഇതിനാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാന്റെ കലാമിലൂടെ ഹദീസു ഷരീഫിലൂടെ നമുക്ക് സാരോപദേശങ്ങൾ പടച്ച റബ്ബ് തന്ന് നമുക്ക് വഴി കാണിച്ചു തന്നിരിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കലുള്ളതിന് വേണ്ടി ഈ ദുനിയാവിലുള്ളതിനോട് നമ്മൾ പലതും വിരക്തി കാണിക്കേണ്ടി വരും. പരലോകത്തെ വിശിഷ്ടമായ പല സുഖാനുഭവങ്ങൾക്ക് വേണ്ടി ദുനിയാവിലെ ചില സുഖങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. കുറച്ച് ഉറക്കം കളയേണ്ടി വരും, കുറച്ച് സമ്പത്ത് ചെലവഴിക്കേണ്ടി വരും, ശരീരം ഒന്ന് മെനക്കെടേണ്ടി വരും, കഷ്ടപ്പാടുകൾ അനുഭവിക്കും. നാളത്തെ സുഖത്തിനു വേണ്ടിയാണ്. ഈ ദുനിയാവ് ഏത് സമയത്തും നമ്മിൽ നിന്ന് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ദുനിയാവെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മനുഷ്യന്റെ മനസ്സിലേക്ക് മനുഷ്യന്റെ മനസ്സിലേക്ക് അലങ്കാരമാക്കി തന്നു. സ്ത്രീകളോട് ഒരു താല്പര്യമുണ്ടാക്കി തന്നു. നിങ്ങൾ ആലോചിച്ച്, ഈ ഒരു വാചകം, ഈ ഒരൊറ്റ ആയത്ത് ഇന്ന് മനുഷ്യർ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇച്ഛകൾ എന്തൊക്കെയാണെന്ന് പറയാം. സ്ത്രീകളാണ് ഒരു വിഷയം. വൽബനീന, മക്കളാണ് അവർക്ക് ദുനിയാവിൽ കൊതി ഉണ്ടാക്കുന്ന മറ്റൊന്ന്. വൽകനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണത്തിന്റെ വെള്ളിയുടെ കൂമ്പാരങ്ങൾ, സമ്പത്ത്. വൽ ഖൈലിൽ മുസവ്വമ, നല്ല ചേലൊത്ത നല്ല വാഹനങ്ങൾ, കുതിരകൾ. അന്നത്തെ കുതിരകൾ, ഇന്ന് നമുക്ക് വാഹനങ്ങൾ. വൽ അൻആമി, നല്ല കാലി സമ്പത്ത്, കന്നുകാലികൾ. വൽ ഹർസി, നല്ല കൃഷിയിടങ്ങൾ. ഇതൊക്കെ ദുനിയാവിൽ മനുഷ്യന് ഇച്ഛയുള്ള, കൊതിയുള്ള, ആഗ്രഹമുള്ളതാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇതൊക്കെ ഉണ്ട്. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ, ഇതൊക്കെ ദുനിയാവിന്റെ വിഭവം മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മാബ്, അല്ലാഹുവിന്റെ അടുത്താണ് ഏറ്റവും നല്ല വിഭവങ്ങൾ ഉള്ളത്. ഇതല്ല അതിന്റെ അർത്ഥം ഇനി മുതൽ മൂടിപ്പുതച്ച് വീടിന്റെ മൂലയിൽ ഇരിക്കണം എന്നാണോ സൂചിപ്പിക്കുന്നത്? അല്ല. അവൻ മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ എല്ലാ ബന്ധങ്ങളും ബാധ്യതകളും ദൗത്യങ്ങളും അവകാശങ്ങളും അവൻ മനസ്സിലാക്കണം. അവനെ കൊണ്ട് കഴിയുന്ന സൽക്കർമ്മങ്ങളിൽ അവന് മുന്നോട്ട് വരണം. ഇത് ഏറ്റവും അവസാനത്തെ വീടാന്ന് അവന് തോന്നാൻ പാടില്ല. ഇവിടെ എല്ലാം വെട്ടിപ്പിടിച്ചു എന്ന് പറയുന്നവർ ഇന്ന് എവിടെയാണ്? ഫിർഔൻ അധികാരം കൊണ്ട് നടന്ന ആളാണ്. ഖാറൂൻ സമ്പത്ത് കൊണ്ട് നടന്ന ആളാണ്, മണ്ണിലേക്ക് താഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. ഹാമാൻ തന്റെ മന്ത്രിസ്ഥാനം കൊണ്ട് ധിക്കാരം കാണിച്ച ആളാണ്. ഹിറ്റ്ലറും മുസോളിനിയും റൂസയും അടക്കമുള്ള ലോക ചരിത്രത്തിൽ നമ്മൾ അറിഞ്ഞ കേട്ട എത്ര ചരിത്ര പുരുഷന്മാർ എത്ര നിസ്സാരമായി മണ്ണറകളിൽ അവർ കൊണ്ടുപോയി അവരെ ഇട്ടുകഴിഞ്ഞു. അവരെല്ലാം ഈ ലോകത്തുനിന്ന് പോയെങ്കിൽ നമുക്ക് ജയിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലും വേണം, സമ്പാദ്യം വേണം. ലക്ഷ്യം പരലോകത്ത് ജയിക്കലാവണം. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. പരലോകം വിചാരിച്ച് അധ്വാനിച്ചാൽ അതിന് അല്ലാഹു നന്ദി കാണിക്കും, അതിനുള്ള കൂലി തരും, അതിനുള്ള എല്ലാ പുണ്യവും അവൻ തരുന്നതാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം പടച്ചോൻ ചോദ്യം ചെയ്യും. ആരോഗ്യമുണ്ടോ? മര്യാദക്ക് ഒരു കിഡ്നി സംബന്ധമായ പ്രശ്നമില്ലാതൊന്നും മര്യാദക്ക് ജീവിക്കാൻ അവിടെ കഴിയുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്. അത് പറയാൻ കഴിയണില്ലല്ലേ. റേഡിയേഷന് വേണ്ടി, കീമോക്ക് വേണ്ടി നമ്മളിൽ എത്ര പേര് ഇരുന്നു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ അവരെ പറ്റി ചിന്തിച്ചുകൊണ്ട് ഒരു കൂരയില്ലാതെ, ഒരു വീടില്ലാതെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ വീടിന്റെ മുറ്റത്തെ ചെടിയെക്കുറിച്ച് ആലോചിക്കുന്ന കാലത്ത് ജീവിക്കുന്നത്.
അള്ളാഹു പറയാണേ, നിങ്ങൾക്ക് കിട്ടിയത് മൊത്തം പടച്ചോൻ ചോദിക്കും. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ. അവരോടും ചോദ്യം ചെയ്യും, വെറുതെ വിടൂല. ഇവിടെ തന്നതിനുള്ളതെല്ലാം ചോദിക്കും. അമ്മാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിനുള്ളതെല്ലാം ചോദ്യം വരും. ചെയ്തതിനുള്ളതെല്ലാം ചോദിക്കും. എന്തിനാണത് ചെയ്തത്? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മറുപടി ഉണ്ടാവണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതൊരു മനുഷ്യൻ 5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടല്ലാതെ വിടൂല. ആയുസ്സിനെ കുറിച്ച് ചോദിക്കും. 30 വയസ്സ് ജീവിക്കാൻ കിട്ടിയ 30 വയസ്സ് ചോദ്യചിഹ്നാണ്. അതിൽ 14 വയസ്സ് കുട്ടിക്കാലം വേണമെങ്കിൽ വിടാം നമുക്ക്. ബാക്കിയുള്ള അവന് പ്രായപൂർത്തി എത്തിയ 1-ാം തീയതി മുതലുള്ള മുഴുവൻ ദിവസവും അവൻ ചോദ്യം ചെയ്യപ്പെടും. വിടൂല. ചങ്ങാതിമാരുണ്ടാവില്ല, നാട്ടുകാരുണ്ടാവില്ല, ഒരു ചങ്ക് ബ്രോയും വരാത്തൊരു ദിവസം നമ്മുടെ മുമ്പിൽ വരാൻ പോകുക. ആയുസ് ചോദ്യം ചെയ്യപ്പെടും. അൻശബാബിഹി, യൗവനം ചോദിക്കും. യുവത്വം കിട്ടിയിട്ട കർമ്മോത്സുകത്തിന്റെ യൗവനത്തിൽ ഒരു മതപഠന ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഒരു മനുഷ്യന് ഇസ്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരു മനുഷ്യനെ സത്യത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? ഒരു മെസ്സേജെങ്കിലും അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് ഷെയർ ചെയ്തിട്ടുണ്ടോ? തന്റെ യൗവനം ചോദിക്കും. പണത്തിനെ കുറിച്ച് ചോദിക്കും. എവിടുന്നുണ്ടാക്കി, എവിടെ കൊടുത്തു? എവിടെ ഉണ്ടാക്കി എന്നത് വേറെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എവിടെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത് ചോദ്യമാണ്. അവസാനം ഒരു ചോദ്യമുണ്ട്. നിനക്കൊരുപാട് ഇൽമ കിട്ടിയിട്ട് നീ എന്താ അതുകൊണ്ടൊക്കെ ചെയ്തത്? മദ്രസയെന്ന് കുറെ പഠിച്ചു, ഖുതുബയെന്ന് കുറെ കിട്ടി, പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എഫക്റ്റുകളിലൂടെയൊക്കെ ഒരുപാട് ദീനിയായ അറിവുകൾ കിട്ടി. ഇതൊക്കെ കിട്ടിയിട്ട് നീ എന്താ ചെയ്തത്? ഇതൊക്കെ എന്തിനായിരുന്നു? ഈ ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താനുള്ള ഒരേ ഒരു ചാൻസ് ഈ ആയുസ്സാണ്, ഈ ദുനിയാവാണ്. ഇവിടെയാണ് അതിന് ജീവിതം കൊണ്ട് നമ്മൾ തെളിയിക്കേണ്ട ലോകമാണ് ഈ ദുനിയാവ്. ഒരിക്കലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവ് ഒരു വലിയ സ്വത്തായി സമ്പാദ്യമായി കണ്ടിരുന്നുവെങ്കിൽ ദുനിയാവ് വെട്ടിപ്പിടിക്കുമായിരുന്നു. ജൂതന്റെ പക്കൽ തന്റെ പടയെങ്കി പണയം വെച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വഫാത്താകുമ്പോൾ കോടികളുടെ ആസ്തിയുമായിട്ടല്ല ഇവിടുന്ന് പടിയിറങ്ങിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പേര് പറഞ്ഞ് വ്യത്യസ്ത സ്വലാത്തുകൾ ഉണ്ടാക്കി, ഷഅർ മുബാറക് നബിന്റെ മുടിയുടെ പേര് പറഞ്ഞ്, നബി തങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേര് പറഞ്ഞ്, നബി കുടുംബത്തിന്റെ സ്നേഹത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ കോടികളുടെ ആസ്തിയാണ് സമ്പാദിച്ചു കൂട്ടിയത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് തന്റെ പടയെങ്കി ജൂതന്റെ കയ്യിൽ തന്റെ വീട്ടു ചിലവുകൾക്ക് പണമില്ലാതെ കഷ്ടപ്പെട്ടാണ് ലോകത്തുനിന്ന് പോയത്. ഒന്ന് വായിക്കും. സുഗാഡംബര വാഹനത്തിൽ സഞ്ചരിച്ച് ആനന്ദിച്ച് 10 തലമുറക്കുള്ള പണമുണ്ടാക്കിയവർ വാദിക്കുന്നത് ഞങ്ങൾ നബിനെ സ്നേഹിക്കുന്നവരാണ്, ഞങ്ങൾ നബി കുടുംബത്തിലോടുള്ള ഇഷ്കുള്ളവരാണ്, ഞങ്ങൾ നബിയുടെ മുടിയും നബിതങ്ങൾ നടന്ന കാൽപാദങ്ങളും അവിടുത്തെ പൊടിയും ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് വാദിക്കുന്നവർ കോടികൾ ഉണ്ടാക്കുന്നത്. എന്താണ് ലക്ഷ്യം? എന്താണ് താല്പര്യം? ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിമാറിൽ മടിത്തട്ടിൽ കിടന്നുകൊണ്ട് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഈ ലോകത്ത് നിന്ന് ശറഫാക്കപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറഞ്ഞു പോയപ്പോ സന്തോഷിക്കാൻ ഒരു വകുപ്പും അവിടെ ഇല്ല. വേദനിക്കുന്ന മദീന കരഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട മദീന മുഴുവൻ നിശ്ചലമായി പോയ രാപ്പകലുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വഫാത്ത് നടന്ന റബീഉൽ അവ്വൽ 12 നമുക്കെന്തൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു ആഘോഷങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങൾ എന്തായിരുന്നു? DJ സിസ്റ്റം വരെ ഇട്ട് അലക്കി പൊളിച്ച ഗാന അതിൻ്റെ ത്രില്ലുകളായിരുന്നു, സിനിമാറ്റിക് സ്റ്റൈലുകളിലുള്ള ആനന്ദ നൃത്തങ്ങളായിരുന്നു, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നടന്ന സംഭവങ്ങൾ. ഞാൻ അവിടേക്ക് പോകുന്നില്ല. ഓരോരുത്തരും ഈ കാഴ്ചകൾ കാണുന്നുണ്ട്. ഇതൊരു പ്രവാചക സ്നേഹമല്ല എന്ന് ഏറെക്കുറെ മനുഷ്യർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്: മനുഷ്യരെ, നിങ്ങൾ ദുനിയാവ് സൂക്ഷിച്ചോളി, നന്നായി കർമ്മങ്ങൾ അനുഷ്ഠിച്ചോളി, ഫർളുകൾ നന്നായി ശ്രദ്ധിച്ചോളൂ, സുന്നത്തുകൾ ചെയ്യാൻ പറ്റുന്നിടത്തോളം എടുത്തോളൂ, ഓരോ ഇബാദത്തുകളെയും പരിഗണിച്ചോ. അദ്ദേഹം പറയാണ്, ദുനിയാവ് ഇർതഹലത്തി ദുനിയാ മുദ്ബിറതൻ, ദുനിയാവ്
ഇതാ പിന്നോട്ട് പിന്നോട്ട് പോവുകയാണ്, കഴിയാണ്. പരലോകം മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും പരലോകത്തേക്ക് അടുക്കുകയാണ്. ഇവിടെ ഓരോരുത്തരും ഓരോ മക്കളാണ്. ചിലർ ദുനിയാവിന്റെ മക്കളാണ്, ചിലർ പരലോകത്തിന്റെ മക്കളാണ്. ഏതാ വേണ്ട? നിങ്ങൾ പരലോകത്തിന്റെ മക്കളായിക്കോളി. അവിടെ ഉണ്ടാക്കാൻ നോക്കിക്കോ, അവിടെ ജയിക്കാൻ നോക്കിക്കോ. ഇവിടെ അമലിന്റെ ലോകമാണ്. ഇവിടെ ഒരാൾക്കും വിചാരണ ഉണ്ടാകില്ല. ഇവിടെ നിസ്കരിച്ചത് ശരിയായില്ല, നോമ്പ് ശരിയായിട്ടില്ല, ഈ അങ്ങനല്ല ജുമാക്ക് വന്നത്, ഇതൊന്നും ഇവിടെ ആരും വിചാരണയൊന്നുമില്ല. ഇവിടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ദുനിയാവാണ്. ഇവിടെ ഒരാളും ഇവിടെ വിചാരണ ചെയ്യൂല. എന്നാൽ നാളൊരു പരലോകം വരാനുണ്ട്, ഹിസാബുൻ, അവിടെ വിചാരണയുണ്ട്. വലാ അമലുൻ, ഒരു പ്രവൃത്തിയും അവിടെ നടക്കൂല. ഒരു ദിക്ർ എല്ലാം പറ്റൂല, ഒരു സ്വലാത്ത് എല്ലാം പറ്റൂല, ഒരു 5 നയാ പൈസ സ്വതക്ക ചെയ്യാൻ അവിടെ ചാൻസ് ഉണ്ടാവില്ല. ഇതാണ് ലോകം. ഇവിടെ അധ്വാനിക്കേണ്ട ലോകാണ്. അവിടെ വിചാരണ ചെയ്യപ്പെടുന്ന, പരിശോധിക്കുന്ന ദിവസമാണ്. അതുകൊണ്ടാണ് 2 തരത്തിൽ മനുഷ്യൻ അവിടെ പരിശോധിക്കപ്പെടും. ആ പരിശോധനയിൽ അവന്റെ വലത് കൈയിലാണ് ഗ്രന്ഥം ലഭിക്കപ്പെടുക. ഒന്നാമത്തെ പരിശോധനയിൽ അവന് വലത് കൈയിലാണ് ഗ്രന്ഥം ലഭിക്കുന്ന വിഭാഗത്തിലാണ് മാറുന്നതെങ്കിൽ അവനക്ക് സന്തോഷിക്കാം. അത് വെറുതെ കിട്ടൂല. അത് കയ്യിന്റെ വലിപ്പം നോക്കിയിട്ടല്ല. പടച്ചോൻ അതിന്റെ ഈമാനിന്റെ അമൽ സ്വാലിഹാത്തിന്റെ മണ്ണം വെച്ചുകൊണ്ട് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, എളുപ്പമുള്ള വിചാരണ കൊണ്ട് രക്ഷപ്പെടുന്ന മനുഷ്യരുണ്ട്. വിചാരണ കഴിഞ്ഞിട്ട് സ്വന്തം കുടുംബത്തിലേക്ക് സന്തോഷത്തോടെ മരിച്ചുപോയ ഉമ്മാന്റെ അടുത്തേക്ക്, മരണപ്പെട്ട പ്രിയപ്പെട്ട ബാപ്പാന്റെ അടുത്തേക്ക്, പ്രിയപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ടവരുടെ അടുത്തേക്ക്, ചാരത്തേക്ക് ചെന്ന് കൈപ്പിടിക്കാൻ, ഉമ്മ കൊടുക്കാൻ, മുത്തം കൊടുക്കാൻ കൊതിക്കുന്നവരെ വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഒരു ഇനമായി നമുക്ക് മാറാൻ കഴിയണം. എന്നാ പിറകിലൂടെ ഇടത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന മനുഷ്യരുണ്ട്. വിചാരണ നേരിടുമ്പോ അവൻ അലമുറയിട്ട് കരയുകയാണ്. പുറകിലൂടെ ആ കിട്ടുന്നത് ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്യാമ്പസുകളിൽ കൂട്ടുകാർ കൂടെ കൂടുമ്പോ അവൻ വേറെ ലോകാണ്, ഒറ്റക്കാകുമ്പോ വേറെ ലോകാണ്, മൊബൈലിന്റെ ഉള്ളിലാകുമ്പോ അവൻ അവൻ്റെതായ ലോകത്താണ്, വാതിലടച്ചാൽ അവൻ വേറെ ലോകത്താണ്. എല്ലാം മറന്ന് മറന്ന് ജീവിച്ചപ്പോ ഇടത് കൈയിലൂടെ ഗ്രന്ഥം ലഭിക്കുമ്പോ വേദനയോടെ വലം മദിരിമാ ഹിസാബിയ, ഞാൻ ഈ വിചാരണ ഉണ്ടാകുന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല, അങ്ങനൊന്നും ഒരിക്കലും വിചാരിച്ചില്ല. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, എന്റെ എല്ലാം കഴിഞ്ഞുപോയി. മാഗ്നാനി മാലിയ, എന്റെ സമ്പത്തെല്ലാം എനിക്ക് ഫലപ്പെട്ടു പോയില്ല, ഞാൻ ആകെ പെട്ടുപോയി. കരയാണ്, വിലപിക്കാണ്. നരകത്തിലേക്ക് കയ്യും കാലും കൂട്ടി കെട്ടി 70 മുഴം നീളമുള്ള ചങ്ങലയിൽ വലിച്ച് ഹമീം എന്ന് പറയുന്ന തിളച്ചുമറിയുന്ന വെള്ളത്തിലൂടെ മുഖം കുത്തി നിലത്തേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന, ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിക്കപ്പെടുന്ന ഒരു വിചാരണ. ഇതൊക്കെ ഏതെങ്കിലും ഉസ്താദുമാര് എന്തിനെങ്കിലും പറയുന്ന വാക്കുകളല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് തന്തവൈബെന്നും അല്ലെങ്കിൽ വേറെ പല പേരും വിട്ട് നിങ്ങൾക്ക് നമ്മളെ വേണമെങ്കിൽ ട്രോളാക്കി ഒതുക്കാനൊക്കെ പറ്റും. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര സത്യമാണോ ആ വഹീന്റെ വാക്കുകളാണ് ഈ പറഞ്ഞു വന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, ചില മനുഷ്യർ അവർ നേരിട്ട് നരകത്തിന്റെ അവക്താക്കളായി താഴേക്ക് പതിക്കാനുള്ള കാരണം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ, സുഖലോലുപതയിൽ ആഡംബര പ്രേമികളായി സുഖാനന്ദങ്ങളിൽ മുങ്ങിക്കുളിച്ചവരായിരുന്നു, സുഖിച്ച് ജീവിച്ചു. പാപങ്ങൾ ചെയ്യുമ്പോ, തെറ്റുകൾ ചെയ്യുമ്പോ പലരും അവരോട് പറയുന്നുണ്ട് ഇത് വേണ്ട ഇത് വേണ്ടെന്ന് പറയുമ്പോഴും തന്റെ പാപങ്ങളിൽ തെറ്റുകളിൽ ശഠിച്ചു നിൽക്കുന്നവരായിരുന്നു. മാറൂല, തിരുത്തൂല, നന്നാകൂല. അവൻ വിചാരിക്കും എൻ്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, എൻ്റെ കുടുംബങ്ങൾ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് സ്വന്തം കാര്യം വിസ്മരിച്ചു പോകുന്ന, ശാഠ്യം പിടിച്ചു നിൽക്കുന്നവർ നരകത്തിന്റെ വിറകിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വിചാരണ നാളിനെ
ഭയപ്പെട്ടും ഓർമ്മിച്ചും മനസ്സറിഞ്ഞ് സൂക്ഷിച്ചും നമ്മുടെ നിലപാടുകളെ, വിശ്വാസത്തെ, ആചാരത്തെ, സംസ്കാരത്തെ, അതബുകളെ ശരിപ്പെടുത്തി ജീവിതത്തെ ക്രമീകരിക്കാൻ എന്നെ ഒരിക്കലും മറക്കുന്നില്ല. ഞാൻ എന്നോടാണ് ആദ്യം, പിന്നെ നമ്മളോട് ഓരോരുത്തരോടും. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിലുള്ള താക്കീതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും ലളിതമായ, ഏറ്റവും ലളിതമായ വിചാരണ നേരിടുന്ന സ്വർഗത്തിലേക്ക് വലിച്ചു സുഖമായി ആനന്ദിച്ചു കൊണ്ടുപോകുന്ന ആ അവകാശികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു പ്രവാചകാധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ എല്ലാ മേഖലയും ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട അനുയായികൾക്കിടയിൽ കൊടുത്ത 2 ഹദീസുകൾ ഞാനൊന്ന് വായിക്കാം. ഈ ഹദീസുകൾ വായിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, ഈ വിഷയം പരാമർശിക്കപ്പെടുമ്പോഴെല്ലാം ഒരു കാലഘട്ടത്തിൽ സത്യം മാത്രം പറഞ്ഞ, അല്ലെങ്കിൽ സത്യം മാത്രം പ്രചരിപ്പിച്ച, അതിനുവേണ്ടി നിലകൊണ്ട വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ എത്ര സത്യമായി പുലരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. അൻ അബീ ആമിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു സമുദായം, ഒരു ഖൗം ഉണ്ടാകും. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും, ഭാവിയിൽ ഉണ്ടാകും. അന്ന് പറയുമ്പല്ല, ഇനി വരാൻ പോകുന്നൊരു ഖൗം ഉണ്ടാകും. എന്താണ് അവരുടെ പ്രത്യേകത? യസ്തഹില്ലൂന, അവർ ഹലാലാക്കി മാറ്റും. സംഭവം ഹറാമാണ്, പക്ഷെ അവരതിനെല്ലാം കൂടെ ചേർത്ത് ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഹലാലാക്കി മാറ്റും. എന്തൊക്കെയാ? അൽഹിറ, വ്യഭിചാരത്തെ ഹലാലാക്കി മാറ്റും. അതിനവർ വ്യത്യസ്ത കാരണങ്ങൾ പറയും. അവർ പല നിലക്കുമുള്ള ന്യായങ്ങൾ വാദിക്കും. അവർ വ്യഭിചാരത്തെ ഹലാലാക്കി മാറ്റും. വൽ ഹരീറ, പുരുഷന്മാര് പട്ടുവസ്ത്രം ധരിക്കുന്ന കാലം വരും, അവർ അതും ഹലാലാക്കും. വൽ ഖംറ, മദ്യവും അവർ അനുവദനീയമാക്കി മാറ്റും. വ്യത്യസ്ത തരങ്ങൾ ഉപയോഗിച്ചത് ആഴ്ചയിൽ ഒരിക്കലല്ലേ, അത് എപ്പോഴെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോഴല്ലേ, അത് എങ്ങനെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ, അത് വലിയ ഓവർ അളവിലൊന്നല്ലല്ലോ, വീര്യം കുറഞ്ഞതല്ലേ. അൽ ഖംറ, അവർ മദ്യം ഹലാലാക്കി മാറ്റും. വൽ മആസിഫ്, സംഗീത ഉപകരണങ്ങൾ അവർ ഹലാലാക്കി മാറ്റും. സംഭവം ശക്തമായ ഹറാമാണ്. പക്ഷെ ഞമ്മക്കതൊക്കെ ഹലാലാക്കി നമ്മളങ്ങ് മാറ്റും. ഒരു ഖൗമങ്ങനെ വരും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പഠിപ്പിച്ചപ്പോൾ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചു പറയുന്നുണ്ട്, ഹറാമാക്കിയ, ഈ നിഷിദ്ധമാക്കിയ സംഭവങ്ങൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില മനുഷ്യന്മാര് ഒരു പ്രശ്നവുമില്ലാത്ത വിധേന ഹലാലായി കൊണ്ട് നടക്കും. വൽ മആസിഫ, മആസിഫ് എന്ന് പറഞ്ഞാൽ വഹിയ അൽ ആലാത്തുൽ ലഹ്വി വൽ മ്യൂസിഖി, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെയും വിനോദങ്ങളുടെയും ഉപകരണങ്ങളാണ് ഇതിലെല്ലാം പെടുന്നത്. ചണ്ടയായാലും വാദ്യമായാലും ശൃംഗാരമേളായാലും അങ്ങനെ ഗിറ്റാറായിരുന്നാലും എന്ത് പേരാണെങ്കിലും അതിനൊക്കെ പൈസ കൊടുത്ത് പഠിക്കാൻ പോണ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരം ഫീൽഡുമായി ജീവിക്കുന്നവരുണ്ട്. അത്തരം പാട്ടുകാരും അതുമായി പുതിയ പുതിയ മുസ്ലിം ചെറുപ്പക്കാരും പെൺകുട്ടികളും ഒക്കെ വളർന്നുകൊണ്ടിരിക്കാം. എന്നാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ ഹദീസല്ല, അതൊക്കെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ ഗൗരവമായ വാക്ക് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇതൊരിക്കലും അനുവദിക്കപ്പെട്ട മേഖലയല്ല. വയംസഹു ആഖരീന ഖിറദതൻ ഖനാസീറ ഇലാ യൗമിൽ ഖിയാമ, ഇത്തരം സംഭവങ്ങളൊക്കെ ഒരു നാട്ടിൽ വ്യാപിക്കാൻ തുടങ്ങിയാൽ അവിടെ മനുഷ്യരെ ഖിറദത്തുൻ, കുരങ്ങുകളും അതുപോലെ തന്നെ ഖനാസീർ, പന്നികളുമാക്കി ഖിയാമത്ത് നാൾ വരെ അവരെ മാറ്റിയെടുക്കുന്ന അവസ്ഥയുണ്ടാക്കും. കോലം മാറ്റും പടച്ചോൻ, രൂപം മാറ്റി തകിടം മറിക്കുന്ന പഠിപ്പിച്ച അത്രമാത്രം ഗൗരവത്തോടെയാണ് ആ വിഷയം പഠിപ്പിച്ചത്.
രണ്ടാമത്തെ ഹദീസ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ സ്വഹാബി വര്യനായ നബി തങ്ങൾക്ക് വേണ്ടി 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നബിക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തു കൊടുക്കും. അദ്ദേഹം പറയാണ്, നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, ഇദസ്തഹല്ലത് ഉമ്മത്തി ഖംസൻ, എൻ്റെ ഉമ്മത്ത് 5 കാര്യങ്ങൾ ഹലാലാക്കി കൊണ്ട് നടന്നാൽ ഫഅലൈഹിമുദ്ദമാർ, അവർക്ക് തകർച്ചയും നാശവുമാണ് വരാൻ പോണത്. ഇത് ഹലാലല്ല. ഇത് ഹലാലാക്കി കൊണ്ട് നടന്ന എൻ്റെ ഉമ്മത്തിന് പിന്നെ നാശമാണ്. ഇദാ ളഹറത് തലാഉനു, തലാഉൻ പരസ്പരമുള്ള ശാപസ്വരങ്ങൾ, ശാപവാക്കുകൾ. വശരിബുൽ ഖുമൂർ, മദ്യപിക്കുന്ന അവസ്ഥ, മദ്യം കുടിക്കുക, അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞു നടക്കുക. വലബ്സുൽ ഖരീറ, അതുപോലെ പട്ടുവസ്ത്രങ്ങൾ ധരിച്ചു നടക്കുക. വത്തഖദുൽ ഖൈനാത്, നർത്തകിമാരെ സ്വീകരിക്കുക. ഫുൾ ഡാൻസ്, ഫുള്ള് ചാടുക, തുള്ളിച്ചാടുക. പണ്ടൊരാൾ സ്റ്റേജിന്മേൽ കയറി ചാടിയ ഓളി മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഇന്ന് ആയിരങ്ങൾ തൻ്റെ മീഡിയയിലൂടെ, ഒരൊറ്റ വീഡിയോയിലൂടെ ആളുകൾ കാണുക. നർത്തകിമാർ, ചെറിയ മക്കളെ ഡാൻസ് പഠിപ്പിക്കുന്ന മുസ്ലിം ഫാമിലീസ്. അവർ വലുതായാൽ എന്തായിട്ടാണ് മാറേണ്ടത്? ഒരു പെണ്ണിന്റെ എല്ലാ സൗന്ദര്യവും സ്ത്രൈണതയും ആകാര വടിവുമെല്ലാം തുറന്ന് കാണിക്കാനുള്ള ഡാൻസ്, നർത്തകിയാവുക, നൃത്യങ്ങളിലേക്ക് മുന്നിട്ട് വരുന്നത്. ആണാവട്ടെ പെണ്ണാവട്ടെ, ശ്രദ്ധിച്ചോ. അവൻ ഇത്തഖദുൽ ഖൈനാത, നർത്തകിമാരെയും സ്വീകരിക്കാൻ തുടങ്ങിയാൽ വഖ്തഫിർ റിജാലു ബിർരിജാലി, പുരുഷന്മാർ പുരുഷന്മാരെയും, വന്നിസാഉ ബിന്നിസാഇ, സ്ത്രീകൾ സ്ത്രീകളെയും സമീപിക്കാൻ തുടങ്ങിയാൽ സവർക്കരതി. ലെസ്ബിയനും ഗേയും ഒക്കെ വ്യാപിക്കാൻ തുടങ്ങിയില്ലേ? അവരൊക്കെ വന്ന് ഉദ്ഘാടകന്മാരും പ്രചാരകന്മാരും, എന്തിനേറെ അവരൊക്കെ വലിയ ഫെയിമുകളായി, സെലിബ്രിറ്റികളായി ഇന്ന് അലങ്കരിക്കപ്പെടുന്ന ലോകല്ലേ? ഹദീസിൽ പറഞ്ഞ വാക്ക് വായിച്ചു പറഞ്ഞിട്ട് 1400 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഈ വാക്കുകൾ ജ്വലിച്ചു നിൽക്കാനുള്ള കാരണം ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ ആ വല്ലാത്ത അവസ്ഥകൾ ഇന്നും നമുക്ക് നാട്ടിൽ എത്ര വ്യത്യസ്തമായി, എത്ര ക്ലിയർ ആയിക്കൊണ്ട് പഠിക്കാൻ എത്ര വേദിയാണ്. നോക്കൂ നിങ്ങൾ, ഈ കഴിഞ്ഞ കുറഞ്ഞ നാളുകൾ 10 ദിവസങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ വേണ്ട ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ ഒരു 5 ദിവസത്തിന്റെ ഉള്ളിൽ 771 കോടി മദ്യമാണ് കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 77 കോടി അധികം വരുമാനമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കുടിക്കുന്നതെല്ലാം മനുഷ്യരാണ്. എന്തിൻ്റെ പേരിലാണ്? ആഘോഷങ്ങളുടെ പേരിലാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കുടിക്കുന്നത് ഒരു മതവിഭാഗക്കാരാണെന്ന് പറയാൻ ഒരിക്കലും സാധ്യമല്ല. എന്തിൻ്റെയും പേരിൽ അത് മുതലെടുക്കുന്നവർ ഇവിടെ പലരുമുണ്ട്. ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ, മത നേതാക്കന്മാർ, പള്ളി ഭാരവാഹികൾ, കുടുംബത്തിലെ കാരണവന്മാർ, വാപ്പമാർ, പ്രിയപ്പെട്ട കാരണവന്മാർ, ഓരോരുത്തരും ചിന്തിക്കൂ, നമുക്ക് ഈ ഹദീസുകൾ ബാധകമല്ലേ? നമ്മുടെ നാടിന് ഇത് ബാധകമല്ലേ? നമ്മുടെ മക്കൾക്ക് ഇത് ബാധകമല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിൽ ഇത് ബാധകമല്ലേ? ഓർമ്മിച്ചെടുക്കുക, നബിൻ്റെ വാക്കുകളെ നിസ്സാരമായി തള്ളിക്കളയാൻ തുടങ്ങിയാൽ വലിയ വലിയ അപകടങ്ങളും ഫിത്നകളുമാണ് നമ്മെ കാത്തിരിക്കുന്നത്. അള്ളാഹു എല്ലാവിധ ശർറുകളിൽ നിന്നും നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ഒട്ടനേകം ആളുകൾ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ, നേപ്പാളിലെ ഏറ്റവും ഒടുവിലുണ്ടായ ഭൂചലനത്തിൽ 100 കണക്കിന് മനുഷ്യരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപയുടെ വലിയ നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവിടെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഓരോരുത്തരും ഏത് സമയത്ത് നമ്മളൊക്കെ വ്യത്യസ്തങ്ങളായ കുന്നിൻ്റെയും മലയുടെയും തോടുകളുടെയും പുഴകളുടെയും ഒക്കെ പല ഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. എപ്പോഴും ഏത് നിമിഷവും തകർന്നൊലിക്കാൻ സാധ്യതയുള്ളൊരു ദുനിയാവിലാണ് ജീവിക്കുന്നത് എന്ന ബോധ്യത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുക്ർ ചെയ്ത് നല്ല മനുഷ്യനായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരൻ ഖത്തറിലുള്ള അബ്ദുൾ റസാഖ് സാഹിബ് അവിടെ ICUവിലാണ്. പ്രത്യേകമായ അസുഖത്തിൻ്റെ പ്രയാസങ്ങൾ കാരണം കൊണ്ട് പൂർണ്ണമായി വേഗത്തിൽ അദ്ദേഹത്തിന് ശിഫ ലഭിക്കാൻ, അദ്ദേഹത്തിന് ബോധത്തോടെ തിരിച്ചു വരാൻ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ 2 സഹോദരങ്ങൾ, തളിപ്പറമ്പിലുള്ള അബ്ദുൽ ലത്തീഫ് സാഹിബ്, ദീനി രംഗത്തുള്ള ഓരോ കാര്യങ്ങൾക്കും സഹായിക്കുന്ന, സാമ്പത്തികമായി ആ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും അകമഴിഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന തളിപ്പറമ്പ് അബ്ദുൽ ലത്തീഫ് സാഹിബ് നമ്മോട് വിട പറഞ്ഞു. ഞങ്ങളുടെ പാലക്കാട്ടുകാരനൊരു വിദ്യാർത്ഥി, 23 വയസ്സുള്ള സാബിർ, ഒരു ആക്സിഡന്റ് സംഭവിച്ച് ഇന്ന് രാവിലെ ആ പൊന്നുമോൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹു ഇവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. രോഗികളായി പല ആളുകൾ പല പ്രയാസങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്നു. അള്ളാഹുവേ, നീ അവർക്കെല്ലാം വേഗത്തിലുള്ള ശിഫ നൽകണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും ഖൈറുള്ള ജീവിതവും ഈമാനികമായ മരണവും
മരണവും നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ സമ്പത്തിൽ, ജോലിയിൽ, വരുമാനങ്ങളിലെല്ലാം ഖൈറും ബറക്കത്തും നീ വർദ്ധിപ്പിച്ച് നൽകണമേ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കൺകുളിർമയുള്ള കുടുംബജീവിതം പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, എല്ലാവിധ ശർറുകളിൽ നിന്ന് ഞങ്ങൾക്ക് കാവൽ നൽകണേ. സ്വർഗത്തിൻ്റെ അഹലുകാൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. നരകത്തിൽ നിന്റെ വിറകുകളാകുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് സുരക്ഷ നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.